Hello friends, എല്ലാവർക്കും കുട്ടനാടൻ തട്ടുകടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോൺലെസ് ചിക്കൻ റെസിപ്പിയാണ്. നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ച് ഗ്രേവി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഒരു 2 മീഡിയം സൈസ് സവാള നമ്മളിതോട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതോടൊപ്പം നമ്മളിവിടെ ഒരു 2 മീഡിയം സൈസ് തക്കാളി കൂടെ നമ്മളിത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുകയാണിത്. ഇതോടൊപ്പം ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. കൂടാതെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആദ്യമായി ഇതുപോലെ ഒരു പാൻ വെക്കാൻ, പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാനിവിടെ പറയുന്ന കണക്കുകളെല്ലാം ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്കുകളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. നിങ്ങൾക്ക് ബോണോട് കൂടിയുള്ള ചിക്കൻ നമുക്കിവിടെ യൂസ് ചെയ്യാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഈ സവാളയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം. ഇപ്പൊ നമ്മുടെ സവാളൊക്കെ ഏകദേശം ഒരു ട്രാൻസ്പെറന്റ് ലുക്കിൽ എത്തിയിട്ടുണ്ട്. ആ റെഡ് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് ഈ ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെയും ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യമായി ഇതിലേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതോടൊപ്പം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത്രയും പൊടികൾ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സമയം എല്ലാം നമ്മൾ തീ മാക്സിമം കുറച്ച് വെച്ച് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ഏകദേശം ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും നമ്മുടെ ഈ മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് കുക്കായി കിട്ടുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കറക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിരിക്കുന്ന തക്കാളി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഏകദേശം ഒരു 4 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം 4 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. നിങ്ങൾ കാണാം ആ എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായിട്ട് നമ്മുടെ തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായി കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. കൂടാതെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ്റെ പീസസ് എല്ലാം ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഏകദേശം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ ഈ ചിക്കൻ ഓപ്പൺ ആക്കുകയാണ്. ഇപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒരു 60% കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു ഗ്രേവിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാം ഇത്രയും ഗ്രേവി ഇല്ലായിരുന്നു നമുക്ക് ആദ്യം. അപ്പോൾ ആ 2 മിനിറ്റ് കുക്കിങ്ങിൽ വരുന്ന ഗ്രേവിയാണ്. നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർക്ക് വേണ്ട ഗ്രേവിയുടെ ആ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്കിപ്പോൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോ ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെള്ളമൊക്കെ ആഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിത് ഓപ്പൺ ആക്കിയാണ്. നിങ്ങൾക്ക് കാണാം നമ്മുടെ ചിക്കൻ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടും എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവിക്ക് ഇച്ചിരി തിക്നെസ് കുറവാണ്. ഇത് തിക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓപ്പൺ ആക്കി കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യേണ്ടതാണ്. ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കുക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 പൊടികൾ കൂടി ആഡ് ചെയ്യാനുണ്ട്. ഒന്ന് കുരുമുളക് പൊടിയും 2 ഗരം മസാല. ആദ്യമായി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഗരം മസാല ആഡ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിക്കൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടുന്നതായിരിക്കും. നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം.
ഈ കറി ആകുമ്പോൾ നമുക്ക് ഇത്രയും ഗ്രേവിയെങ്കിലും നമുക്ക് വേണം. ഇത് നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴേക്കും ഈ ഗ്രേവി ഒക്കെ വീണ്ടും കുറച്ചുകൂടെ തിക്കായി കിട്ടുന്നതായിരിക്കും. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോൺലെസ് ചിക്കൻ കറി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നമുക്ക് ഈ ചപ്പാത്തിയോടെയും അപ്പത്തിൻ്റെയോ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഗ്രേവി, ആ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ചപ്പാത്തി കഴിക്കാനായിട്ട്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.